ഓച്ചിറ കാള വരുന്നേ, ഓച്ചിറ വേലു വരുന്നേ. പുതിയ ഇനം ജേഴ്സി പശുക്കൾ, വയസ്സറിയിച്ച സിന്ധി പശുക്കൾ, സുന്ദരികളായ വിദേശ പശുക്കൾ, പഴയ നാടൻ പശുക്കളുണ്ടോ പശുക്കൾ? ഓച്ചിറ കാള വരുന്നേ, ഓച്ചിറ വേലു വരുന്നേ. നിക്ക്. ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ല, പിന്നെ നിങ്ങൾ ഇത് എങ്ങോട്ടേക്കാ? വേലുണ്ണന്റെ കാളയ്ക്ക് ഇനി തൊഴിലില്ലായ്മ വേതനത്തിന് അപേക്ഷിക്കേണ്ടി വരും. ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ല. ചവിട്ടി ഡോക്ടർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആശുപത്രിയിൽ ഒരു കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട്. ഇനി മുതൽ പശുക്കളെ കുത്തിവെച്ചാൽ മതിയെന്നാ കൊച്ചു ഡോക്ടറുടെ നിയമം. ഗോഡ്. അപ്പൊ മൈ പാർട്ണർ ഡോക്ടർ സുശീലൻ അത് നിന്ന് നിപ്പി കമ്പൗണ്ടറായി. കുത്തിവെപ്പ് ഈ നാട്ടിലെ ഏത് കന്യകമാരുമായി രമിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്റെ ഈ ഓച്ചിറക്കുട്ടിന് മാത്രമുള്ളതാ. അയ്യടാ, ആദ്യം ഈ നാശത്തിലൊന്ന് പിടിച്ചു മാറ്റ. എപ്പ കണ്ടാലും വൃത്തിയായിട്ട് ഒരു നോട്ടവും സൈറ്റടിയും. നെകളിക്കണ്ട, വിത്തുകാളെ ഇനി അമ്പലക്കാളയായി പിച്ചതണ്ടേണ്ടി വരും. ഏതവൻ വന്നാലും എന്റെ കാളക്കുട്ടന്റെ കഞ്ഞില് മണ്ണിട്ടോ ഭസ്മോക്കും ഞാൻ. എന്റെ കരിങ്കണ്ണിനാവും പണി കണ്ടക്കും. കൊച്ചു ഡോക്ടർ. വണ്ടി നിർത്ത്. എന്താണോ ആ നിൽക്കുന്നതാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ, ഓച്ചിറ വേലു. വണ്ടി തിരിച്ചു വിട്ടോ. എന്തൊരു സ്പീഡ്, എന്തൊരു സേഫ്റ്റി. ഇതെന്താണ് ബാറിൽ നിന്ന് വെള്ളം ഒഴിച്ചപ്പോ BP കൂടിയ? ഇത് BP ചിരിയല്ല, ആനന്ദ ചിരിയാ. ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടില്ല. തന്റെ കരിങ്കൊണ്ടുകൊണ്ട് അവനെ നാട്ടിൽ നിന്ന് തുരത്തിയില്ലേ? ഇനി അവൻ ഈ മണ്ണി കാലൂത്തൂല. വാ വാ, എന്നെ പിടിക്കാണ്ട് തുണി തൂണ് മാറിപ്പോയി. ഇതും കൂടി അകത്താക്കിയാല് അവന് ഓടിച്ചതിന്റെ ആഘോഷം തീരും. വാ തുറക്ക്. തുറന്നു. തന്റെ ഈ കാളവാ തുറക്കാനല്ല പറഞ്ഞത്, വാതില് തുറക്കാൻ. വാതില് തുറക്കരുത്. തുറക്കരുതെന്നാ? ഇവന്താ പൗഡറൊക്കെ ഇട്ട് ഇന്നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണാ? എന്ത് നൈറ്റ് ആയാലും ശരി, അതിനകത്ത് ആളുണ്ട്. അത് എന്റെ മുറിയാടാ. രാത്രിയിലുള്ള നിന്റെ ജമയില് കണ്ടപ്പോ എനിക്ക് തോന്നി. അതെ അതെ. ഏത് കാലത്ത് വാഴക്കുഴി പ്രസന്നയോ അതോ റീനയോ? ഏതായാലും ശരി, അതിനകത്ത് ഒരു ശല്യം ഉണ്ടാക്കരുത്. ഇപ്പൊ തനിച്ചായല്ലേ? എടാ കണ്ണീർ ചോരയില്ലാത്തവനെ, ഇന്നലെ വരെ ഈ കാര്യത്തിൽ നമ്മൾ 50-50 ആയിരുന്നു. എനിക്ക് കിട്ടിയാ പറ്റും. ഇപ്പൊ കിട്ടിയില്ലേ? ആ കാല് കണ്ട നല്ല ഇളം പൈക്കിടാവിന്റെ പോലത്തെ കാല്. എവിടെ ഒന്ന് കണ്ടോട്ടെ. ഇത് പ്രസന്ന. അയ്യോ, അമ്പടി കള്ളി പശു. എടാ പശുല, ശിശുല, ഇത് പശുവല്ലടാ കാളയാ. അപ്പൊ നീ പോയില്ലല്ലേ? എന്റെ മുറിയിൽ എന്റെ ബെഡിൽ പുറപ്പം പിടി നീ സുഖിച്ചേർന്ന് ഉറങ്ങാനല്ലേ? ആരോ നിന്നോട് കൊണ്ട് താമസിപ്പിച്ചത്? ഇപ്പൊ ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഈ നിമിഷം. ചുമ്മാതല്ലോ, കൃത്യമായി വീതം പറഞ്ഞ് വാടക ഉറപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വാടകയ്ക്കല്ല, ഈ വീട് വിലക്കെടുക്കാന്ന് പറഞ്ഞാലും ശരിയാണ്. നിന്നെ ഇവിടെ താമസിപ്പിക്കുന്ന പ്രശ്നമില്ല. ഏത് വകുപ്പിൽ? ഈ വീടിന്റെ എഗ്രിമെന്റ് എന്റെ പേരില്ല. ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കുന്ന തീരുമാനിക്കുന്നത് ഞാനാ. ഓസിന് പുറപ്പിക്കുന്ന പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളൽ നടത്തണോ? എടാ പ്രഭുദേവാ, എടാ നിന്നെടാ. ഈ നാട്ടിൽ കുത്തിവെപ്പിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാൻ ഇറക്കുന്ന വൈദ്യനാണല്ലേ? അതെ, നിയമപരമായി വിത്തുകാളകളുമായുള്ള ഇൻസെമിനേഷന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ്. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിലെ ഏതെങ്കിലും ഗോകന്യക താമൂലം അവിഹിത ഗർഭം ധരിച്ചെന്ന് അറിഞ്ഞാ തന്റെ സിറിഞ്ചാൻ ഉടച്ചളിയും. ഈ ഓച്ചിറ വേലു ആരാണെന്ന് എനിക്കറിയോ? കാണിച്ചതാ. എന്തൊരു കാറ്റ്, എന്തൊരു ഉറപ്പ്. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാൻ ജാനകി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മതരാ ഗോമതി. ഹലോ രാക്ഷസി. ഗുഡ് മോർണിംഗ് ബിജുമേനൻ സാറേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ സാറേ പതിവില്ലാതെ രാവിലെ തന്നെ? നിന്റെ ഈ കച്ചേരി കേട്ട് വന്നതാ. ഓഹോ ഡോക്ടർ സാറേ, ഒരു സംശയം. ശരിക്കും ഈ പൈൽസിന് വരുന്നുണ്ടോ? പോടാ,
അറിയില്ലായിരിക്കും. മോനെടാ, എന്താ ചെയ്യാ? പപ്പയുടെ പപ്പ പാൻറ് ഇട്ടോണ്ടിരിക്കുക. കാരണന്മാര് പറയുന്നത് എത്ര ശരിയാ, ജെറ്റിട്ടാണ് പാന്റിനാണെന്ന്. ഇത് സബ് ഇൻസ്പെക്ടർ ലോപ്പസ് ചെഞ്ചേരി. ശ്രീധർ എന്ന സാഹിത്യകാരനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏക വ്യക്തി. കൂട്ടന്റെ മനുഷ്യനിവിടെ വേദന കൊണ്ട് പൊളയുമ്പോഴോ രാവിലെ തുടങ്ങി ഉറപ്പാണല്ല, ഇതുവരെ കഴിഞ്ഞില്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ശീതൽ സാറാ, Good morning. വാസാറെ കേറിക്ക് ക്ലാരമൊരു ചായ. വേണ്ട സാറേ, ഞാൻ വെറുതെ ഒന്ന് നടക്കാറിങ്ങിയതാ. എന്തായി സാറേ പുതിയ നോവല് തീരാറായോ? ആ, ചെറിയൊരു റൈറ്റേഴ്സ് ബ്ലോക്ക്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സാറേ, എല്ലാം ശരിയാവും. താങ്ക്സ്. അപ്പൊ സാറേ ഞാൻ ചെല്ലട്ടെ. സാർ ഏതായാലും ഇറങ്ങാൻ നിൽക്കല്ലേ? ശരി, കാണാം. ശരി. എടാ ക്ലീറ്റസേ, എന്നാ? നീ എന്റെ ഷർട്ട് കണ്ട? ആ, അവിടെ എവിടെയെങ്കിലും കാണും. പോയി നോക്കിക്കൂടായോ? ചുമ്മാ എടാ പട്ടി കഴിവേറി, നിന്നെ ഞാൻ പോലീസ് യൂണിഫോം. ക്ഷമിക്കണം. എന്നാലും നീ എന്നോട് ഇതെന്തിനു ചെയ്തു? സോറി സാറേ, ഒരു കൂറത്തോട് ചോദിച്ചപ്പോ ക്ലാര ചേച്ചി എടുത്ത് തന്നതാ. ശരി, കരയണ്ട. എടി ക്ലാരേ, ഇറങ്ങി വാടി. രാവിലെ നിങ്ങൾക്ക് ഇത് എന്നത്തിന്റെ കേടാ? കൊറേ നേരം ആയില്ല കിടന്ന് അലർന്നു. ഒന്നുമില്ല, യൂണിഫോമിന്റെ കാര്യത്തിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സാരില്ല, ഞാൻ അലക്കി തേച്ച് വെച്ച വേറെ ഒരെണ്ണകത്തിരിപ്പുണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ക്ലാര പോയിക്കോളൂ. ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ല, ഇവനോട് എന്തിനാ സാറേ ചുമ്മാ വെറുതെ? ശ്ശേ, അയ്യേ. ഇനി ഉച്ചക്ക് ചോറ് തിന്നണ്ടല്ലോ, വയറിറങ്ങില്ലേ? വിളി കേക്കുന്നത് ആളെങ്കിർക്ക്. யாரா அது மாயாண்டியா? தண்ணிக்குள்ள வாடா. വേണ മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും. തന്നെ എനിക്ക് അലർച്ചി. എന്നാ കുറച്ച് വിക്സ് പരട്ടിട്ട് വാ. ഏത് കാത്താനെ എപ്പ പാത്താലും തണ്ണീർ ഇറക്കുക. എന്ന് ഞാൻ എൻ്റെ അമ്മയുടെ തലവട്ടം കണ്ടോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. കിടക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടം ഇല്ലാന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ജന്തുത്തള്ള. കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായ എൻ്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി. എൻ്റെ റേഡിയേറ്റർ തണുപ്പിക്കാനാണ് ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത്. ആ ഒരു ദിവസം ആ കിളവി ടീച്ചർമാരെ തല മണ്ണി കുത്തിയ ആ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ രാജാവ് മാതിരി. മാത്തൂട്ടിയേ, നീ ഇങ്ങനെ പോത്തിനെ പോലെ വെള്ളത്തിൽ മുങ്ങി കിടന്നോ? ദേ തോട്ടം നോക്കാനേ വേറെ ആണുങ്ങൾ വന്നിരിക്കുന്നു. നീ വേഗം എഴുന്നേറ്റ് വാ. വേറെ ആണുങ്ങളോ? അതാര്? ഇതാ മത്തൂത്തി. ഏ? അല്ല മാത്തൂട്ടി. ആ, ഇയാളെങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നേ? ആള് ശുദ്ധ പാവാ, ഉള്ളിൽ ഒന്നുമില്ല, അതാ ഇങ്ങനെ പൊങ്ങിക്കിടക്കണേ. തള്ളേ, അതെല്ലാം പ്രാക്ടീസ്. യോഗാസന. യോഗാസനം അല്ലടാ, ജലാസനം. അതായത് ആസനം ജലത്തിൽ ടച്ച് ചെയ്യാം. നീ കേറി വാടാ. പുതിയ മാനേജരെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കാണിക്കാൻ അന്നക്കുച്ചമ്മ പറഞ്ഞയച്ചിരിക്കുക. ഞാൻ ചെല്ലട്ടെ? എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ? വന്നിരിക്കുന്നു മാനേജര്. ആഹാ, ഇത് സ്റ്റൂളാസന. നീನು ಹೊಸರೇನು? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല. പേരെന്നാ ചോദിച്ചത്? സോളമൻ. ചോളമൻ. പെരുമാളാ? അപ്പൊ കന്നഡ അറിയത്തില്ലല്ലേ? ഭാഷ അറിയാതെ എസ്റ്റേറ്റിൽ എന്നാ വളർത്താനായി തെണ്ടി? ഭാഷയൊക്കെ ഞാൻ ഒലത്തിക്കോളാം. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ, പൊളിച്ചടുക്കി പെട്ടിലാക്കി പേഴ്സണലാക്കി കളിഞ്ഞാൻ. മാനേജറായ ഇങ്ങനെ വേണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ. എനിക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം. ഇവിടെ എന്നാ കാണാനാ? കൊറേ മലയും കുന്നും കാപ്പിത്തോട്ടം ഓറഞ്ചും. ആ ഇവന്റെ ഭാര്യയുടെ കല്യാണമുണ്ട്. ഭാര്യയുടെ കല്യാണം? ഭാര്യ ഡൈവോഴ്സ് ചെയ്തു? ഇല്ല സാർ, ടൈം കിടക്കലേ. അതൊരു സോക കഥ. ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവളെ ഇവനെ വിട്ട് പോകുമായിരുന്നാ? ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി, എന്തോ കണ്ട് പേടിച്ച് അവളെ ഓടിപ്പോയി. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടേ. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവും അടിവുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ല.
അല്ല ഈ കല്യാണം ഇവിടെ അടുത്താണോ? ദേ ഇവിടെ അടുത്താ, തൊട്ടടുത്ത്. സാറ് വരുമോ? സാറ് ഫാമിലി കൂട്ടി മെനഞ്ഞാന്ന് ഭരണം. അതായത് നാളെ. അല്ല നിങ്ങളുടെ ഭാര്യയുടെ കല്യാണത്തിന് പോവും? നല്ല സാപ്പാട് കിടക്കും. ചാലിയത്ത് നിന്ന് പണ്ട് കസവ് മുണ്ടിന്റെ കച്ചവടത്തിന് വന്ന ഒരു സന്ധ്യക്ക് നമ്മുടെ വാസുവിന്റെ അടുക്കളയിൽ നിന്ന് തുണിയില്ലാതെ ഓടിയെന്നാണ് പറയണത്. അതാ വാസുവിന്റെ മൂത്ത മോനൊരു കസവിന്റെ നിറം. എടാ ഒരാഴ്ച കൊണ്ട് വെയില് കൊള്ളിച്ചിട്ട് ഈ മീൻ കൊണ്ടുപോയാ പോരായിരുന്ന? ഉണക്കാനായിട്ട് അധികമൊന്നുമില്ല. ഈ ട്രോളറുകാരുള്ള പൊട്ടും പൊടിയെല്ലാം വാരിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ കടലിൽ മീനില്ലാണ്ടായി. ഈ പ്രാവശ്യം പാതിലോടെ ഉള്ളൂ. കൃഷ്ണാപ്പള്ളിക്കാ. അടുത്ത ആഴ്ച കാണാം. കഴിക്കാനൊന്നും വേണ്ടടാ. രണ്ടും പരദൂഷണം ആയിക്കോട്ടെ, അല്ല ചൂടുള്ളത് വേണം കേട്ടോ. ഓ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പരദൂഷണം. പണ്ട് വാസുവിന്റെ പെങ്ങള് കറലി ചാടി ചത്തത് വയറ്റിലുണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവനൊക്കെ പറഞ്ഞ് പരദൂഷണമെന്ന്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പത്രത്തില് വാർത്ത വന്നപ്പോ എന്തായി? ദിവാരം ജയിലിലായിട്ട് കൊല്ലങ്ങൾ ഒരുപാടായി. എന്നിട്ട് ശാന്തമ്മനെ കുറിച്ച് ഇതുവരെ ആരും ഒന്നും പറഞ്ഞേക്കണില്ലല്ലോ. ഓ അവരെങ്കിലും ഒന്ന് വെറുതെ വിട് പറയുന്നേട്ടാ. അവരെങ്ങനെങ്കിലും ഒന്ന് പിഴച്ചു പൊയ്ക്കോട്ടെ. ചായ കുടിച്ചിട്ട് പോടാ. ഞാൻ തന്നെ അങ്ങ് കുടിച്ചാ മതി. ശാന്തമ്മനെ കുറിച്ച് പറഞ്ഞപ്പോ ഇവനെന്താ ഇത്ര ദണ്ണം? ഇനി ഇവനെങ്ങനെ ഐസ് വിൽക്കാൻ അവിടെ പോയി മണിയിരിക്കണ എന്താ? എന്തിന് കാല് പിടിച്ച് പാപ്പ് പറയാനാ? മനുഷ്യരോട് ടെൻഷൻ അടിച്ച് അടുക്കുമ്പോൾ മാറി. സാറേ കാക്ക വിളിച്ചാൽ കൊക്കാകൂല, കമ്പൗണ്ടർ വിളിച്ചാൽ ഡോക്ടർ ആകൂല. എനിക്കറിയാം. തന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കേട്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അതിൽ മാറ്റമില്ല. ഇവന്റെ ജോലി പോയപ്പോ മൃഗങ്ങൾ പോലും ഇവനെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി. സാറേ ഞാൻ എവിടെ വേണമെങ്കിലും ആണയിടാം. ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടർ ഞാൻ ജീവിച്ചോളാം. ഇത് സത്യം. ചന്ദ്രപ്പൻ അച്ഛനാ സത്യത്തിൽ എന്റെ അച്ഛനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. എന്റെ അപ്പം മരിച്ചോയില്ലടാ. എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ഈ അമ്മണിക്കുട്ടി പ്രസവിക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ പശുക്കുഞ്ഞിനെ തന്നെ ആവണം. അത് നടക്കില്ല. എന്റെ കയ്യിലൊരു നാടൻ നിൽക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണല്ലേടി. രത്നമ്മയിൽ നിന്നും ഞാൻ ഈ കരിങ്കാലത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയോ അമ്മിനിക്കുട്ടി പുഷ്പിടിയാവുന്നത് കാത്ത് കണ്ണിൽ ആവണക്കെന്ന് വെച്ച് കാത്തിരിക്കുക എന്റെ ഈ മുരിക്കുട്ടൻ. താനൊരു വികാര ജീവിയല്ലോ. തന്റെ പരിണിതമായ ആവശ്യത്തിന് ആരെങ്കിലും സഹിക്കണോ? സഹിക്കോ മാറിക്കണോ? തന്റെ ഈ ഓഞ്ഞ കളെ കൊണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. ഒരു മൃഗ സഹജീവിയുടെ വംശം നിലനിർത്താനുള്ള മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മനുഷ്യ കോടതി വരെ കയറും. സമരമുറയിലൂടെ ഞാൻ നേടിയെടുക്കും. മൃഗങ്ങളുടെ വംശം നിലനിർത്താനുള്ള ഡിസ്ക്വാളിഫൈ. നാടൻ കൊണ്ട് നാട് നന്നാക്കുക, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക, വിദേശ ബീജം സുഹൃത്തുക്കളെ, മൃഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല, ഡോക്ടറായിരുന്ന പാവം സുശീലൻ എന്ന മൃഗപാലകനെ കമ്പൗണ്ടറാക്കി തരം താഴ്ത്തിയ ഈ കാടൻ നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഡോക്ടർ ആവണ്ട. എനിക്ക് കമ്പൗണ്ടർ ആയാൽ മതി. വേലുവേലിന്റെ വേല നോക്ക്. മോൻ എന്താ എഴുതുന്നത്? ഞാൻ സ്കൂൾ മാഗസിന് വേണ്ടി കവിത എഴുതുവാ. ആഹാ, മോൻ വായിച്ച് പപ്പ കേക്കട്ടെ. ഓ തീർന്നിട്ടില്ല പപ്പ. സാരമില്ല, എഴുതിയത് വായിക്ക്. എഴുതാനും സമ്മതിക്കില്ല. കത്തിജ്വലിക്കുന്ന സ്നേഹമാണമ്മ, വെട്ടിത്തിളങ്ങുന്ന ശോഭയാണമ്മ, നന്മയുടെ ശാന്തിയുടെ ബിംബമാണമ്മ. ആ അമ്മയുടെ പേരോ CV ക്ലാരമ്മ. എന്താ അശ്ലീലമാണ് എഴുതി വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ കുറിച്ച് ഓർത്താൽ ONVക്ക് പോലും കവിത വരില്ല. നിങ്ങൾ വന്നേ. എന്തിനാ പപ്പ? രാജീവ് ഗാന്ധി അസാസിനേഷൻ. അതിന്റെ തൊട്ടടുത്ത ദിവസം ഇറങ്ങിയ തത്തമ്മ. കണ്ണ് തുറന്ന് നോക്ക്, അച്ചടിച്ചു വന്ന നിന്റെ പപ്പയുടെ കവിത. ചെണ്ടക്കാരനെ പറ്റിച്ച് ബൈ ലോപ്പസി. ചെണ്ടയിലുണ്ടേ ഭൂതത്താൻ, തണ്ടൻ തടിയൻ ഭൂതത്താൻ, മണ്ട തുറന്നു വരും മുമ്പേ ഡുണ്ടും ഡുണ്ടും മടിച്ചോളൂ.
നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇതിന്റെ കോപ്പി മുഴുവൻ കല്യാണത്തിന് അന്ന് തന്നെ ഞാൻ കത്തിച്ചു കളഞ്ഞതല്ലേ. പിന്നെ ഇതിപ്പോ എവിടുന്ന് വന്നു? ഇങ്ങോട്ട് താ മനുഷ്യ. തരില്ല ഞാൻ. എന്റെ കയ്യിലുള്ള അവസാനത്തെ കോപ്പിയാ. ഒരു നിധി പോലെയാ ഞാനിത് സൂക്ഷിക്കുന്നത്. ഇങ്ങോട്ട് തരാൻ പറഞ്ഞ ഇനി എന്റെ കൊച്ചിനെ കൂടെ തൊലിക്കാത്തതിന്റെ കാര്യമുള്ളൂ. ഒരു കവിത എഴുത്തുകാരൻ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ തന്നെ എടുത്തോ. നീ ഇങ്ങോട്ട് വാടാ. എങ്ങോട്ട്? ചുണ്ടി തന്തേ കണ്ട് പഠിക്കരുതെന്ന്. നടക്കങ്ങോട്ട്. അങ്ങനെ വത്സമ്മ കാരനോട് സുധാകരൻ ആത്മഹത്യ ചെയ്തു. ആ ലോറൻസ് എത്തിയല്ല. അല്ല ദിവാകര, കാലാവധിയൊക്കെ തീർന്നു കിട്ടി. വെറുതെ കുറച്ച് പരിപ്പോട് പഞ്ചെടുത്തു. എന്താണ് മക്കളെ, സുഖല്ലേ? ഞാൻ സേലത്ത് ഉണക്കമീൻ എത്തിച്ച് തിരിച്ചു വരണ വഴി ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ ടൗണിലൊന്ന് നിർത്തിയതാ. ദിവാകരേട്ടൻ വണ്ടിയെ വന്ന് ഇറങ്ങുന്ന എന്റെ കൺമുമ്പിൽ തന്നെ. ശരി, ദിവാര ചായ. ഞാൻ വീട്ടിലേക്കല്ലേ. അതെ, ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടിയതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ഈ ദിവാകരൻ ഭാസ്കരന്റെ ഭാര്യയായിട്ട് വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. ആരെയും കിട്ടിയില്ലെങ്കിൽ അതങ്ങ് പറ്റില്ല എഴുതിക്കോ. വായിച്ചു കാണൂ. വായിച്ചല്ലേ? വായിച്ചു. ഞാനൊരു പോലീസുകാരനാണ്. എന്നാലും എന്റെ സാറേ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാ സാറേ 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 നിക്കറിട്ടുണ്ടങ്ങോട്ടാ. ജോഗിങ്. അതെ, ആ യൂണിഫോം ജീപ്പ് എടുത്തിട്ട് വേഗം സ്റ്റേഷനിലേക്ക് വാ. ഇയൊക്കെന്താ വട്ടുണ്ടാ? എന്തായാലും ജോഗിങ് വരണേക്കുമ്പോ രക്ഷപ്പെടാം. ഹലോ, ഓക്കെ. ഞങ്ങൾ എതിർക്കാൻ വന്നല്ല. അപ്പടിയല്ല ആസാന സ്വാമി சொன்னது. നമ്മ എതിരെ സിന്ന ആളല്ലെന്ന് சொல்றாரு. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ലെന്ന്. സ്വാമി, അവൻ ഭയങ്കരമാ വളർന്നു പോയി. വളർന്നാച്ചിപ്പോ ആ കൊളപ്പുള്ള பழமொழிகை அவனை கூந்தலை கெடுத்தினார். கால்களை மண்ணல் வென்று வந்து തലയൊന്നും വെട്ടണ്ട, വേണമെങ്കിൽ ഒരു കൈ. പക്ഷെ അവന് നാട്ടിൽ നിന്ന് പോണം. இல்ல ஆசானே, நீங்க பயப்படாதீங்க. அவனோட தலையில மயிரும் கால்பட்ட இடத்துல இருந்த ஒரு கை மண்ணு கொண்டு வந்தா எல்லாமே சரியாக்கிடலாம்னு சொல்றாரு. കാൽച്ചോട്ടിലെ മണ്ണെടുക്കാം, പക്ഷെ തലയിലെ മുടി ബാർബർ ഷാപ്പിൽ പറഞ്ഞാൽ അതെല്ലാം എടുക്കലാം.
நீங்க தைரியமா இருக்கு காசானே. சரி இது சொல்லுங்க. சொல்லுங்க. മന്തിക ശരി സ്വാമി. ചൂ